അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വല്ലദീന ആമനു അശുദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നാം സ്നേഹിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ്. നമുക്ക് വായു തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്കെല്ലാം നൽകിയിട്ടുള്ള അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് നാം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത്. പിന്നീട് നമുക്ക് ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് പിന്നീട് നാം ഏറ്റവും അധികം മഹബ്ബത്ത് വെക്കേണ്ടത്. അള്ളാഹുവിനെ പറ്റിയും നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന, ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു തന്ന, ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ശരീഅത്ത് വിജ്ഞാനങ്ങളുമെല്ലാം പഠിപ്പിച്ചു തന്ന സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അങ്ങനെ നാം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് മുന്നേറുവാനും ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ഉമാറ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന, എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും 60-ൻ്റെയും 70-ൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ തുച്ഛമായ പ്രായത്തുള്ളിലാണ് നാം നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.